എല്ലാവർക്കും എയിംസ് നോർസെറ്റ് 9 MCQ സീരീസിന്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു സീരീസിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാം. നമ്മുടെ എയിംസ് നോർസെറ്റ് 9 എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, അതിനൊപ്പം തന്നെ ജിപ്മറും ESICയും ശ്രീചിത്രയും RRB നഴ്സിംഗ് സൂപ്രണ്ട് എക്സാമും നിംഹാൻസും ഒക്കെ എക്സ്പെക്റ്റഡും പല എക്സാംസും ഇതിന്റെ ഒപ്പം കമ്പൈൻഡ് ആയിട്ടും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെയുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നഴ്സിംഗ് സബ്ജക്ട്സ് തന്നെയാണ് ഈ എല്ലാ എക്സാംസും, ജിപ്മർ ആയാലും ESIC ആയാലും അതുപോലെ ശ്രീചിത്ര എക്സാംസ് ആയാലും എല്ലാത്തിനും ചോദിക്കുന്നത്. ഒപ്പം തന്നെ നിങ്ങൾക്കറിയാം, കേരളത്തിലെ MSc എൻട്രൻസ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ MSc എൻട്രൻസ് എഴുതാൻ താല്പര്യപ്പെടുന്ന ഒരു നേഴ്സ് ആണെങ്കിൽ അവർക്കും പ്രിപ്പറേഷന് നിങ്ങൾക്ക് ഈ ഒരു MCQs ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആകും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ടോപ്പിക്സിൽ നിന്ന് ചോദിക്കുന്ന MCQs ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിന് മുന്നേ എടുത്ത ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ കാണാതെ ഉണ്ടെങ്കിൽ അത് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതാനും മറന്നു പോകരുത്. മറ്റൊരു കാര്യം കൂടെ പറയാം, ഞാൻ ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസർ ഒന്ന് ഇവിടെ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾക്ക് റൈറ്റ് ആൻസറിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അതിനൊപ്പം അത് എങ്ങനെയാണ് ആ ആൻസർ എത്തിയത് എന്നുള്ള റാഷണലും കൂടെ ഞാൻ ഒപ്പം പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക. അതിപ്പോൾ ഈ ക്ലാസ് കാണുമ്പോൾ മാത്രമല്ല, നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുക, അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. അത് ശരിയായിട്ട് ആൻസർ ചെയ്താലും തെറ്റായിട്ടാണ് ആൻസർ ചെയ്തില്ലെങ്കിലും നിങ്ങൾ അതിൻ്റെ എങ്ങനെയാണ് കറക്റ്റ് ആൻസറിലോട്ട് എത്തിയത്, അതിൻ്റെ ഓരോ ഓപ്ഷനും എന്തുകൊണ്ടാണ് തെറ്റിയത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇനി ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ടും നമ്മുടെ ലൈഫ് ഒന്ന് നന്നായിട്ട് സെറ്റിലാകാൻ വേണ്ടിയിട്ട് നല്ല സാലറിയോടുകൂടി നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് നമ്മുടെ ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എന്ന് പറയുന്നത്. അതും ഇത്രയും ഹോസ്പിറ്റൽസ് ഒരുമിച്ച് വിളിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ നഴ്സിംഗ് എക്സാംസിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, അതായത് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ്. അതായത് എപ്പോഴും 1-2 ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അത് ഏത് എക്സാംസ് ആയാലും, നോർസെറ്റ് ആയാലും ശ്രീചിത്ര ആയാലും നിംഹാൻസ് ആയാലും ഏത് എക്സാം ആയാലും 1-2 ക്വസ്റ്റ്യൻസ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റിൽ നിന്ന് വരും. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഹൈപ്പർ കലീമിയ, ഹൈപ്പോകലീമിയ, ഹൈപ്പോകൽസീമിയ, ഹൈപ്പർ കാൽസീമിയ ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് ഹൈപ്പോകലീമിയ, ഹൈപ്പർ കലീമിയ ഡിലീറ്റഡ് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, എന്താണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വന്നിരിക്കുന്നത് അവിടെ, അല്ലെങ്കിൽ അതിന് എന്ത് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്യൂഷൻ എങ്ങനെയാണ് കൊടുക്കണമെന്ന് ഡയറക്റ്റ്ലി ചോദിക്കും. ചിലപ്പോൾ ചെയ്യുന്നത് അവരവരുടെ ഒരു കഥയുണ്ടാക്കും. അവിടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് ഇന്ന പേഷ്യൻ്റ് ഇന്ന കണ്ടീഷനാണ്, ആ പേഷ്യൻ്റെ ബ്ലഡ് റിപ്പോർട്ടിൽ ഇങ്ങനെ വേരിയേഷൻസ് വന്നു എന്ന് പറഞ്ഞ് ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു എയിംസിൻ്റെ എക്സാംസും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസും തമ്മിലൊരു വ്യത്യാസം അതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് എപ്പോഴും ഡയറക്റ്റ്ലി ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. എന്നാൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ എയിംസ് പോലെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ്ലി അല്ല, അവിടെ ഒരു സ്റ്റോറി ഉണ്ടാക്കി അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ആ എക്സാക്ട്ലി അവരെന്താണ് മീൻ ചെയ്യുന്നത്, എന്താണ് അവിടെ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസ്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ വേണം. ഒപ്പം നമുക്ക് തിയററ്റിക് ബേസിക്, അതായത് ആ ഒരു തിയററ്റിക്കൽ നോളജ് നമുക്കവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊന്ന് നോക്കാമെന്ന്. ഇന്ന് നോക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ്. ഓക്കെ, നിങ്ങൾക്കറിയാം KCl ഇൻട്രാവീനിയസ്ലി ഈസ് പ്രിഫേർഡ് ഓർ പ്രിസ്ക്രൈബ്ഡ് ഫോർ എ ക്ലയൻറ്റ് വിത്ത് ഹാർട്ട് ഫെയിലുവർ. ഓക്കെ, നമ്മുടെ പേഷ്യൻറ്റിന് ഹാർട്ട് ഫെയിലുവർ ആണ്. പേഷ്യൻറ്റിന് പൊട്ടാസ്യം ക്ലോറൈഡ് IV കൊടുക്കാൻ വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് പേഷ്യൻറ്റ് ഈസ് എക്സ്പീരിയൻസിങ് ഹൈപ്പോകലീമിയ. പേഷ്യൻ്റ് ഹൈപ്പോകലീമിയ. എന്താണ് ഹൈപ്പോകലീമിയ എന്ന് പറയുന്നത്? ഇവിടെ നോർമലി നമ്മുടെ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 3.5 to 5.5 ആണ്. MEQ ആണ്, അല്ലെ, മില്ലി ഈക്വലന്റ് പെർ ലിറ്റർ ആണ്. 3.5 to 5.5 ആണ് നോർമൽ പൊട്ടാസ്യം, സീറം പൊട്ടാസ്യം എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു 3.5നേക്കാൾ താഴ്ന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ ഹൈപ്പോകലീമിയ എന്നാണ് പറയുന്നത്. വിച്ച് ആക്ഷൻസ് വുഡ് ദ നഴ്സ് ടേക്ക് ടു പ്ലാൻ ഫോർ പ്രിപ്പറേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പൊട്ടാസ്യം? അപ്പോൾ ഡോക്ടർ ഹൈപ്പോകലീമിയ ഉള്ള പേഷ്യൻറ്റിന്, ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻറ്റ് ഹൈപ്പോകലീമിയ ഉണ്ടായി, പൊട്ടാസ്യം കുറഞ്ഞു പോയി,
പൊട്ടാസ്യം ക്ലോറൈഡ് IV അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സാധാരണ ഒരു IV ഫ്ലൂയിഡ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് പോലെ നിസ്സാരമായിട്ട് എടുത്ത് ഹാങ് ചെയ്ത് ഓവർഫ്ലോയിലോ അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ അല്ല. ഹൈ അലേർട്ട് മെഡിസിനിൽ വരുന്ന ഒന്നാണ് പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ കോഷ്യസ്ലി നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് അവിടെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നതിൽ ഏതൊക്കെ ഓപ്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഒബ്റ്റെയിൻ ആൻ ഇൻട്രാവീനിയസ് ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂഷൻ പമ്പ് എടുക്കണം. അതായത് ഇൻഫ്യൂഷൻ പമ്പിലൂടെ കറക്റ്റ് റേറ്റിലൂടെ, അതായത് ഇടയ്ക്ക് കൂട്ടി ഇടയ്ക്ക് കുറച്ച് അങ്ങനെയല്ല നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ഇൻഫ്യൂഷൻ പമ്പ് വഴി ഒരു റേറ്റ് ഉണ്ടാകണം, കറക്റ്റ് ഒരു ഫ്ലോയിലായിരിക്കണം പോകേണ്ടത്. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് പറയുന്നത് മോണിറ്റർ യൂറിൻ ഔട്ട്പുട്ട് ഡ്യൂറിങ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, നമ്മൾ ഈ ഒരു നമ്മുടെ പൊട്ടാസ്യം ക്ലോറൈഡ് പേഷ്യൻ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ പേഷ്യൻ്റെ യൂറിൻ ഔട്ട്പുട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പ്രിപ്പയർ ദ മെഡിക്കേഷൻ ഫോർ ബോലസ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ബോലസ് അഡ്മിനിസ്ട്രേഷൻ? നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ഡയറക്റ്റ്ലി നമ്മളവിടെ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില സ്റ്റിറോയിഡ്സ് ഡയറക്റ്റ്ലി പുഷ് ചെയ്യാറില്ല. വളരെ ചിലത് എക്സാമ്പിൾ പറയുന്നത് ഡെക്സാമെത്തസോണൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? ജസ്റ്റ് ഡയറക്റ്റ്ലി അത് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മെഡിസിൻസ് നമ്മൾ എമിസെറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഡയറക്റ്റ്ലി പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഡയലൂട്ട് ചെയ്യാറില്ല. അല്ലെങ്കിൽ പാൻഡോപ്രോസോൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? പാൻഡോപ്രോസോൾ പൗഡർ ഫോമിലാണെങ്കിൽ അതിനെ ഡയലൂട്ട് ചെയ്ത് ഡയറക്റ്റ്ലി അതൊരു സിറിഞ്ചിലെടുത്ത് ഡയറക്റ്റ്ലി പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ബോലസ് കൊടുക്കുകയാണോ ചെയ്യുന്നത്? നെക്സ്റ്റ് മോണിറ്റർ ദ IV സൈറ്റ് ഫോർ സൈൻസ് ഓഫ് ഇൻഫിൽട്രേഷൻ ആൻഡ് ഫ്ലബൈറ്റിസ്. അതായത് നമ്മൾ ഏത് ലൈൻ വഴിയാണോ നമ്മൾ ഇൻട്രാവീനിയസ്ലി ആണ് ഈ മെഡിസിൻ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഈ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് ആ IV ലൈനിൻ്റെ സൈഡ്, ആ IV ലൈനിൻ്റെ സറൗണ്ടിങ്സ് നമ്മൾ ഇൻഫിൽട്രേഷനും ഫ്ലബൈറ്റിസും, അതായത് IV ഇൻഫ്യൂഷൻ കോംപ്ലിക്കേഷൻസ് ആണ് ഇൻഫിൽട്രേഷനും ഫ്ലബൈറ്റിസും എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണം. നെക്സ്റ്റ് വൺ എൻഷുർ ദാറ്റ് ദ മെഡിക്കേഷൻ ഈസ് ഡൈല്യൂട്ടഡ് ഇൻ ദ അപ്രോപ്രിയേറ്റ് വോള്യൂം ഓഫ് ഫ്ലൂയിഡ്. അതായത് ഇത് ഹൈ അലേർട്ട് മെഡിസിൻ ആണ്, അതുകൊണ്ട് നമുക്ക് അതിന് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യേണ്ടതുണ്ടോ? അത് നമ്മൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നല്ല വോള്യൂം അതിൻ്റെ കറക്റ്റ് എത്ര എമൗണ്ട് ഫ്ലൂയിഡിലാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തത് എന്ന് ഉറപ്പ് വരുത്തണമോ? നെക്സ്റ്റ് സിക്സ്ത് ഓപ്ഷൻ പറയുന്നത് എൻഷുർ ദാറ്റ് ദ ബാഗ് ഈസ് ലേബിൾഡ് വിത്ത് ദ വോള്യൂം ഓഫ് പൊട്ടാസ്യം ഇൻ ദ സൊല്യൂഷൻ. കൃത്യമായിട്ട് എത്ര എമൗണ്ട് പൊട്ടാസ്യം ക്ലോറൈഡ് എത്ര ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡൈല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു സിറിഞ്ച് പമ്പിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ബാഗിലാണെങ്കിൽ ബാഗിൽ എവിടെയാണോ അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് അത് ലേബൽ ചെയ്തിരിക്കണം. അപ്പോൾ ഓക്കെ, ഇത്രയുമാണ് ഈ 6 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ഹൈ അലേർട്ട് മെഡിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി അത് സൂക്ഷിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഹൈപ്പോകലീമിയ ഉള്ള പേഷ്യൻസിന് പൊട്ടാസ്യം ക്ലോറൈഡ് അത് സൂക്ഷിച്ച് കൊടുത്തില്ലെങ്കിൽ ഹൈപ്പർ കലീമിയ ഉണ്ടാകും. ഹൈപ്പർ കലീമിയ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റ് സംഭവിക്കും അല്ലേ? സോ വി ഷുഡ് ബി വെരി കെയർഫുൾ വെൽ അഡ്മിനിസ്ട്രിങ് പൊട്ടാസ്യം ക്ലോറൈഡ്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2, 1, 2, 4, 5, 6 ആണ്. 3 ഓപ്ഷൻ മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. കാരണം നോക്കൂ, ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഒബ്റ്റെയിൻ ഇൻട്രാവീനിയസ് ഇൻഫ്യൂഷൻ. യെസ്, ഓഫ് കോഴ്സ്, കാരണം നമുക്ക് അവിടെ ഒരു ഫ്ലോ റേറ്റ് ഉണ്ടായിരിക്കണം. ഒന്നുകിൽ നമുക്ക് ഡോർസി ഫ്ലോ അല്ലെങ്കിൽ ആക്റ്റീവ് ഫ്ലോ എന്നുള്ള, കാരണം നമ്മൾ പീഡിയാട്രിക്കിൻ്റെ ഡ്രിപ്പ് സെറ്റ് ഉണ്ടല്ലോ അതുവഴി നമുക്ക് റേറ്റ് സെറ്റ് ചെയ്യാം. അല്ല എങ്കിൽ ഇൻഫ്യൂഷൻ പമ്പ് വഴി, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇൻഫ്യൂഷൻ പമ്പ് വഴി തന്നെ കൊടുക്കുക. അതായത് 20 ml/h, 100 ml/h. അതൊക്കെ വളരെ ക്രോണിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് 100 ml ഒക്കെ പോകുന്നത്. അല്ലെങ്കിൽ 20, 30, 40 ml/h എന്നുള്ള രീതിയിലാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് പോയിന്റ് മോണിറ്റർ യൂറിൻ ഔട്ട്പുട്ട് ഡ്യൂറിങ് അഡ്മിനിസ്ട്രേഷൻ. ഡെഫിനറ്റ്ലി, ബിക്കോസ് പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഒന്നല്ല. അപ്പം നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് കൊടുക്കുമ്പോൾ സപ്പോസ് അവിടെ പൊട്ടാസ്യം അവിടെ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ അത് എക്സ്ക്രീറ്റ് ചെയ്യണമെങ്കിൽ ഏത് വഴി മാത്രമേ നടക്കത്തുള്ളൂ? യൂറിൻ വഴി മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ യൂറിൻ ഔട്ട്പുട്ട് ഓക്കെ ആയിരിക്കണം, എന്നാൽ മാത്രമേ പേഷ്യൻറ്റ് നമുക്കിത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ ദർ ഇസ് എ റിസ്ക് ഫോർ എന്താണ്, ഹൈപ്പർ കലീമിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ യൂറിൻ ഔട്ട്പുട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പ്രിപ്പയർ ദ മെഡിക്കേഷൻ ഫോർ ബോലസ് അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് നമ്മുടെ പുഷ് ചെയ്ത് 2 സെക്കൻഡ് കൊണ്ടോ 3 സെക്കൻഡ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ പുഷ് ചെയ്യാൻ പറ്റുന്നതാണോ പൊട്ടാസ്യം ക്ലോറൈഡ്? നോ, നോട്ട് അറ്റ് ഓൾ. ഒരിക്കലും നമ്മൾ
എത്ര തന്നെ മൈന്യൂട്ട് ഡയലൂഷൻ എന്ന് പറഞ്ഞാലും പൊട്ടാസ്യം നമ്മൾ പുഷ് ചെയ്യാൻ പാടില്ല. ഈവൻ നമ്മൾ പൊട്ടാസ്യം നമ്മൾ കണക്ട് ചെയ്ത് ഈ ഫ്ലൂയിഡിൽ കണക്ട് ചെയ്തിട്ടെന്ന് വിചാരിക്കുക. സപ്പോസ് എന്തെങ്കിലും ഒരു മെഡിസിൻ നമ്മൾ ഇടയ്ക്ക് കൊടുക്കുമ്പോൾ ആ മെഡിസിൻ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്നൊരു 5 ml എടുത്ത് വിഡ്രോ ചെയ്ത് അതൊന്ന് പുഷ് ചെയ്താൽ തന്നെ എന്തിനുള്ള റിസ്ക് ഉണ്ട്? ദർ ഇസ് എ റിസ്ക് ഫോർ കാർഡിയാക് അറസ്റ്റ്. പെട്ടെന്ന് പേഷ്യൻറ്റ് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാം. സോ വി ഷുഡ് നോട്ട് ഗോ ഫോർ ബോളസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ്. ഓൾവേസ് വി ഷുഡ് ഡൈല്യൂട്ട് പൊട്ടാസ്യം ക്ലോറൈഡ് ആൻഡ് സ്ലോലി വി ഹാവ് ടു ഗീവ്. നെക്സ്റ്റ്, സോ തേർഡ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ്. ഫോർത്ത് ഓപ്ഷൻ എന്താ പറയുന്നത്? മോണിറ്റർ the IV site for signs of infiltration and phlebitis. Definitely there is a chance for IV complication because potassium chloride is a highly irritant solution. അതായത് നമ്മൾ ഏത് ലൈൻ വഴിയാണോ, ഏത് IV ലൈനാണ്, നമ്മൾ എപ്പോഴും പെരിഫറൽ ലൈൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് അല്ലേ, എക്സെപ്റ്റ് കാർഡിയാക് പേഷ്യൻസ്. മോസ്റ്റ് ഓഫ് ദ കാർഡിയാക് പേഷ്യൻസ് വിൽ ബി ഹാവിങ് സെൻട്രൽ ലൈൻ, CVP സെൻട്രൽ ലൈൻ ഉണ്ടാകും. അതല്ലാതെ സെൻട്രൽ ലൈൻ ഇല്ലാത്ത പേഷ്യൻ്റ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും പോകുന്നത് പെരിഫറൽ ലൈൻ വഴിയായിരിക്കും. പെരിഫറൽ ലൈൻ വഴി ഇത്രയും ഇറിറ്റൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ, അത് ഫ്രീക്വൻ്റ്ലി അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോങ് പീരീഡ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ എന്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്? അവിടെ ഇൻഫിൽട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിലോട്ട് ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാകാനും അല്ലെങ്കിൽ ആ വെയിൻസ് ഫ്ലെബൈറ്റിസ് ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെബൈറ്റിസ് എന്താണെന്നും അതിൻ്റെ എക്സ്ട്രാവസേഷൻ എന്താണെന്നും ഇൻഫിൽട്രേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതും സാധാരണ നമ്മുടെ ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതിനെ കമ്പയർ ചെയ്യാനും പേഷ്യൻ്റ് അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് പറഞ്ഞ് ചോദിക്കും. എഡിമയുണ്ട്, റെഡ്നെസ് ഉണ്ട്, ഹീറ്റാണ്, കോൾഡാണ്, വാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വെല്ലിംഗ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സൈൻസ് ആൻഡ് സിംറ്റംസ് വെച്ചിട്ട് ചോദിക്കും. ഇത് ഇൻഫിൽട്രേഷൻ ആണോ, ഫ്ലെബൈറ്റിസ് ആണോ, എക്സ്ട്രാവസേഷൻ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക, അതുകൂടെ ഒന്ന് നന്നായിട്ട് വായിക്കുക. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നമ്മുടെ പൊട്ടാസ്യം ക്ലോറൈഡ് പോകുന്ന പേഷ്യൻസിന് ആ IV സെറ്റ് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് നമ്മൾ പോയിട്ട് ഫുൾ ഫ്ലൂയിഡും തീർന്നതിന് ശേഷം ഫുൾ കംപ്ലീറ്റ്ലി അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷമല്ല പേഷ്യൻറ്റിനെ വന്ന് നോക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻ്റെ IV സൈറ്റ് വന്ന് നമ്മൾ അവിടെ ഇൻഫിൽട്രേഷനോ ഫ്ലെബൈറ്റിസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യണം. ഓക്കെ, ഒബ്സർവ് ചെയ്തിട്ട് എന്തെങ്കിലും നോട്ട് ചെയ്താൽ എന്ത് ചെയ്യുക? അതുവഴി അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും വിടുകയാണോ ചെയ്യേണ്ടത്? ഇല്ല, സ്റ്റോപ്പ് ദ ഇൻഫ്യൂഷൻ ആൻഡ് റിമൂവ് ദ IV ലൈൻ, സ്റ്റാർട്ട് അനദർ പെരിഫറൽ ലൈൻ. ഒരിക്കലും നമ്മൾ ഒരു വെയിനും നമ്മൾ നശിപ്പിച്ച് കളയരുത്, കാരണം ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സപ്ലൈ അവിടെ കുറയും. സോ അവിടെ ഇൻഫിൽട്രേഷനോ ഫ്ലെബൈറ്റിസ് എന്തെങ്കിലും സൈൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ ഇൻഫ്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ആ IV ലൈൻ റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം അവിടെ കോൾഡ് കംപ്രസ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുത്ത് നമുക്ക് അവിടുത്തെ സർക്കുലേഷൻ അവിടെ കൂട്ടാം. പിന്നെ അതുപോലെ എന്തെങ്കിലും ത്രോംബോഫോംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ത്രോംബസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ത്രോംബോഫോംസ് ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്, അതെന്തെങ്കിലും അഡ്മിനിസ്റ്റർ ചെയ്യും, അവിടെ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഓയിൻമെൻറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. ഒപ്പം എന്ത് ചെയ്യുക? മറ്റൊരു ഭാഗത്ത് IV ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ്, ensure that the medication is diluted in the appropriate volume of fluid. Definitely ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, പൊട്ടാസ്യം ക്ലോറൈഡ് നമുക്ക് ഡയറക്റ്റ്ലി ആംബ്യൂളിലാണ് അത് വരുന്നത്. ആംബ്യൂളിൽ നിന്ന് ഡയറക്റ്റ്ലി എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. നോർമലി അത് 20 MEQൻ്റെ ആംബ്യൂളുകളാണ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ, നമ്മുടെ കോമൺ ആയിട്ട് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതങ്ങനെ കൊടുക്കാൻ പാടില്ല. അതെന്ത് ചെയ്യണം? 50 ml അല്ലെങ്കിൽ 100 ml അല്ലെങ്കിൽ നമ്മൾ 60 MEQ ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് 500 ml ഒക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എൻഷുർ ദാറ്റ് ദ ബാഗ് ഈസ് ലേബിൾഡ് വിത്ത് വോളിയം ഓഫ് പൊട്ടാസ്യം ഇൻ ദ സൊല്യൂഷൻ. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു. നമ്മളൊരു പേഷ്യൻറ്റിന് പൊട്ടാസ്യം ക്ലോറൈഡ് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണ്, ആ IV ഫ്ലൂയിഡ് നമ്മളല്ലാതെ വേറൊരാൾ ചിലപ്പോൾ ഷിഫ്റ്റ് മാറാം, അല്ലെങ്കിൽ മറ്റൊരു നേഴ്സ് ആ ഒരു പേഷ്യൻറ്റിന് കെയർ കൊടുക്കാം, ടീം വർക്കിലുള്ളവർ, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പുഷ് ചെയ്യണമെങ്കിൽ, മെഡിസിൻസ് പുഷ് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് ഫ്ലൂയിഡ് വിഡ്രോ ചെയ്ത് വിടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റ് കൂട്ടി വെക്കാൻ ചാൻസ് ഉണ്ട്. സോ ടു അവോയ്ഡ് ദാറ്റ് ഓൾവേസ് വി ഷുഡ് ലേബിൾ ദ ബാഗ് വിത്ത് വാട്ട് മെഡിസിൻ, what dosage and how many ml should go per hour. ഇതെല്ലാം നമ്മൾ ആ ഒരു ബാഗിനകത്ത്, ആ ഒരു പാക്കിനകത്ത്, അല്ലെങ്കിൽ സിറിഞ്ച് പമ്പാണെങ്കിൽ സിറിഞ്ചിൽ നമ്മൾ ലേബൽ ചെയ്ത് വെക്കണം. അതിപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡിൽ മാത്രമല്ല, ഏതൊരു മെഡിസിൻ ആഡ് ചെയ്തതാണെങ്കിലും നമ്മൾ അതിൽ ലേബൽ ചെയ്ത് വെക്കണം. സോ ഹിയർ 1, 2, 4, 5 and 6 ആർ കറക്റ്റ് ഓപ്ഷൻസ്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഇതിൽ ഏത് പോയിന്റ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് കേട്ടോ.
നെക്സ്റ്റ്, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. പൊട്ടാസ്യം ക്ലോറൈഡ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇൻട്രാവീനിയസ്ലി ആണ്. അത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിരിക്കണം. അതും ഒരു ഇൻഫ്യൂഷൻ പമ്പ് വഴിയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ബോലസ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. പിന്നെ കാരണം ബോലസ് ആയിട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? അവിടെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്രോപ്രിയേറ്റ് വോളിയം ഓഫ് ഫ്ലൂയിഡിൽ ഡൈലൂട്ട് ചെയ്ത് മാത്രമേ കൊടുക്കാവൂ. IV ബാഗിൽ നമ്മൾ എന്തെങ്കിലും ലേബൽ ചെയ്തിരിക്കണം. എത്ര വോളിയം പൊട്ടാസ്യം ക്ലോറൈഡ് അവിടെ ഉണ്ട് എന്നുള്ളത് ലേബൽ ചെയ്തിരിക്കണം. IV സൈറ്റ് നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. കാരണം ഇറിറ്റേറ്റിംഗ് സൊല്യൂഷൻ ആയതുകൊണ്ട് വെയിൻസ് പെട്ടെന്ന് ഫ്ലുവൈറ്റിസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീക്വൻലി അല്ലെങ്കിൽ ഹൈ ഡോസ് പൊട്ടാസ്യം ക്ലോറൈഡ് കൊടുക്കുമ്പോൾ നമ്മൾ പെരിഫറൽ ലൈൻ വഴി കൊടുക്കാത്തത്. സെൻട്രൽ ലൈൻ തന്നെ വേണമെന്ന് നഴ്സസ് അവിടെ ആവശ്യപ്പെടും. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു യൂറിൻ ഔട്ട്പുട്ട്, പേഷ്യൻ്റെ യൂറിൻ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുക. കാരണം ഒരു 30 ml നോർമലി ഒരു മണിക്കൂറിൽ 30 ml യൂറിൻ ഔട്ട്പുട്ടെങ്കിലും ഒരു മനുഷ്യനുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? പൊട്ടാസ്യം ക്ലോറൈഡ് അഡ്മിനിസ്റ്റർ ചെയ്യത്തുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ദ നേഴ്സ് ഈസ് അസസിങ് എ ക്ലയൻറ്റ് വിത്ത് എ ലാക്ടോസ് ഇൻടോളറൻസ് ഡിസോർഡർ ഫോർ എ സസ്പെക്റ്റഡ് ഡയഗ്നോസിസ് ഓഫ് ഹൈപ്പോകാൽസീമിയ. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് പേഷ്യൻറ്റിന് ഹൈപ്പോകാൽസീമിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒരു പാറ്റേൺ ഇതാണ്. പേഷ്യൻറ്റിന് ഇന്ന ഡിസീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരത് ആ ഒരു പോയിന്റിലോട്ട് എത്തിക്കുന്നത്. ഇവിടെ പേഷ്യൻറ്റിന് എന്താണ് പ്രോബ്ലം? ലാക്ടോസ് ഇൻടോളറൻസ് ആണ്. എന്താണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്? നമ്മുടെ പാലുൽപ്പന്നങ്ങളൊന്നും പേഷ്യൻറ്റിന് ടോളറബിൾ അല്ല. പാലുൽപ്പന്നങ്ങളൊന്നും പേഷ്യൻറ്റ് കഴിക്കാൻ പറ്റത്തില്ല. അവിടെ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നു, വോമിറ്റിംഗ് ഉണ്ടാകുന്നു, ഡയേറിയ ഉണ്ടാകുന്നു. അതൊന്നും മെറ്റബിളൈസ് ചെയ്യുന്നില്ല, അവിടെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. പാലുൽപ്പന്നങ്ങൾ കഴിക്കാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും അവിടെ കുറയുന്നത്? ഏത് മിനറൽ ആയിരിക്കും അവിടെ കുറയുന്നത്? ദാറ്റ് ഈസ് കാൽസ്യം. കാൽസ്യം വളരെയധികം കുറഞ്ഞു പോകും. അങ്ങനെ ഹൈപ്പോകാൽസീമിയ ഉണ്ടാകുന്നു. എന്താണ് നോർമൽ ലെവൽ കാൽസ്യം എന്ന് പറയുന്നത്? 8.5 to 10.5. ഇതിൻ്റെ നോർമൽ ലെവൽ വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എല്ലാ ഇലക്ട്രോലൈറ്റ്സിൻ്റെയും നോർമൽ വാല്യൂസ്, ലോവസ്റ്റ് വാല്യൂസും ഹയസ്റ്റ് വാല്യൂസും നോർമൽ വാല്യൂവിൻ്റെ റേഞ്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒപ്പം അതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് അറിഞ്ഞിരിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാക്ടോസ് ഇൻടോളറൻസ് ഡിസോർഡർ ഉള്ളൊരു പേഷ്യൻറ്റിന് ഹൈപ്പോകാൽസീമിയ സസ്പെക്റ്റ് ചെയ്യുന്നു. യെസ്, അവിടെ പേഷ്യൻസിൻ്റെ സിംറ്റംസ് കണ്ടപ്പോൾ നേഴ്സിനൊരു സംശയം, ഈ പേഷ്യൻ്റ് ഹൈപ്പോകാൽസീമിയ ഉണ്ടോ എന്നുള്ളത്. വിച്ച് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ വുഡ് ദ നേഴ്സ് എക്സ്പെക്ട് ടു നോട്ട് ദ ക്ലയൻറ്റ്? അതായത് പേഷ്യൻറ്റിൻ്റെ ഏത് സൈൻസ് ആൻഡ് സിംറ്റംസ്, ഏത് സിംറ്റമാണ്, ഏത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ് ആ ഒരു ഹൈപ്പോകാൽസീമിയ നോട്ട് ചെയ്യാൻ നേഴ്സിനെ സഹായിച്ചത്? ട്വിച്ചിങ് ആണോ, ഹൈപ്പോ ആക്റ്റീവ് ബവൽ സൗണ്ട് ആണോ, നെഗറ്റീവ് ട്രൗസിയർ സൈൻ ആണോ, ഹൈപ്പോ ആക്റ്റീവ് ഡീപ്പ് ടെൻഡോൺ റിഫ്ലക്സസ് ആണോ? അതായത് നമുക്കറിയാം ഹൈപ്പോകാൽസീമിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റം എന്ന് പറയുന്നത് ട്വിച്ചിങ് ആണ്, അല്ലേ? അതിന് വേണ്ടി അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പഠിച്ചിരിക്കുന്നത്? നിങ്ങൾ ഹൈപ്പോകാൽസീമിയ അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോലൈറ്റ്സിൻ്റെയും സിംറ്റംസ് പഠിച്ചിരിക്കണം. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ട്വിച്ചിങ് ആണ്. ഹൈപ്പോകാൽസീമിയ ഉള്ള പേഷ്യൻറ്റ് പ്രധാനമായിട്ട് ട്വിച്ചിങ് നോട്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്നാൽ ഇത് കൂടാതെ ഹൈപ്പോകാൽസീമിയ ഉണ്ടാകുന്ന പേഷ്യൻസിന് എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവും എന്ന് നോക്കാം. ഓക്കെ, എ ക്ലയൻറ്റ് വിത്ത് ലാക്ടോസ് ഇൻടോളറൻസ് ഈസ് അറ്റ് റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ഹൈപ്പോകാൽസീമിയ. നോട്ട് ഇറ്റ് ഡൗൺ. ലാക്ടോസ് ഇൻടോളറൻസ്, പാലുൽപ്പന്നങ്ങളിലും കാൽസ്യമാണുള്ളത്. അത് കഴിക്കാൻ പറ്റാത്ത പേഷ്യൻ്റ് ഹൈപ്പോകാൽസീമിയ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഹൈപ്പോകാൽസീമിയ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പാലുൽപ്പന്നങ്ങളല്ലാതെ ഏതിലൊക്കെയാണോ കാൽസ്യം ഉള്ളത് അവർക്ക് നമുക്ക് ആ ഒരു ഫുഡ് ചൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഫുഡ് പ്രോഡക്ട്സ് ദാറ്റ് കണ്ടെയ്ൻ കാൽസ്യം ഓൾസോ കണ്ടെയ്ൻ ലാക്ടോസ്. മോസ്റ്റ് ഓഫ് ദ ഐറ്റംസിലും കാൽസ്യം ഉള്ള ഫുഡിനകത്തെല്ലാം ലാക്ടോസ് ഉണ്ട്. അങ്ങനെയാണ് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള പേഷ്യൻസിന് ഹൈപ്പോകാൽസീമിയ ഉണ്ടാകുന്നത്. ദ നോർമൽ സീറം കാൽസ്യം ലെവൽ ഈസ് എത്രയാണ്? അതിപ്പോൾ 9 to 10.5, 8.5 to 10.5 നമ്മുടെ ബുക്കുകളിലൊക്കെ ചില ബുക്കുകളിനകത്ത് പറയുന്നുണ്ട്. അത് പഠിച്ചാൽ മതി കേട്ടോ. 8.5 to 10.5 mg/dl ആണ്. A serum calcium level lower than 9 or 8.5 indicates hypocalcemia. What are the signs of hypocalcemia? That is including paresthesias followed by numbness, hyperactive
ആക്റ്റീവ് ഡീപ് ടെൻഡോൺ റിഫ്ലക്സസ്. നമ്മുടെ ഓപ്ഷനിൽ എന്താ ഉണ്ടായിരുന്നത്? ഹൈപ്പോ ആക്റ്റീവ് ഡീപ് ടെൻഡോൺ റിഫ്ലക്സസ് കുറവ് അല്ലെങ്കിൽ ഹൈപ്പോ ആക്റ്റീവ് ആയിട്ടാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ കറക്റ്റായിട്ട് ഹൈപ്പോ കാൽസീമിയ ഉള്ള പേഷ്യൻറ്റിന് ഏത് സിംറ്റമാണ് ഉണ്ടാകേണ്ടത്? ഹൈപ്പർ ആക്റ്റീവ് ഡീപ് ടെൻഡോൺ റിഫ്ലക്സസ് ആണ് ഉണ്ടാകേണ്ടത്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സൈനാണ് പോസിറ്റീവ് ട്രൈസ്റ്റീസ് സൈനും ചോസ്റ്റിക് സൈനും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആ 2 ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈപ്പോ കാൽസീമിയാണ്. നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നത് നെഗറ്റീവ് ട്രൈസ്റ്റീസ് സൈൻ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹൈപ്പോ കാൽസീമിക്ക് സപ്പോർട്ട് ആകാത്തത്. എന്നാൽ പോസിറ്റീവ് ട്രൈസ്റ്റീസ് സൈനും ചോസ്റ്റിക് സൈനുമാണ് ഹൈപ്പോ കാൽസീമിക്ക് ഉണ്ടാകുന്നത്. ഇത് കൂടാതെ എന്തൊക്കെ ഉണ്ടാകാം? ന്യൂറോ മസ്കുലർ ആക്ടിവിറ്റി എക്സൈറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ, ദാറ്റ് ഈസ് ട്വിച്ചിങ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ന്യൂറോ മസ്കുലർ എക്സൈറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, മസിൽ ക്രാംസ് ഉണ്ടാകുന്നു, ട്വിച്ചിങ് ഉണ്ടാകുന്നു. ടെറ്റനി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈപ്പോ കാൽസീമിയ കാരണം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ട്രൗസീസ് സൈനും ചോസ്റ്റിക് സൈനും എന്തിൻ്റെ സൈനായിട്ട് കൂടെ പറയാറുണ്ട്? ടെറ്റനി ഉള്ളവർക്ക് ഉണ്ടാകുന്ന സൈനാണ്. ചിലപ്പോൾ അത് സീഷേഴ്സിൽ കൊണ്ടെത്തിക്കാം, പേഷ്യൻ്റ് ഭയങ്കര ഇറിറ്റബിൾ ആകാം, പേഷ്യൻ്റ് ആങ്സൈറ്റി കൂടാം. ഇതുകൂടാ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ് ആയിട്ട് ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിക് മൊബിലിറ്റി, ഹൈപ്പർ ആക്റ്റീവ് ബവൽ സൗണ്ട്. നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്ന ഹൈപ്പോ ആക്റ്റീവ് ബവൽ സൗണ്ടാണ്. പക്ഷേ പേഷ്യൻസിന് സാധാരണ ഉണ്ടാകുന്നത് എന്താണ്? ഹൈപ്പർ ആക്റ്റീവ് ബവൽ സൗണ്ടും അതുപോലെ അബ്ഡമിനൽ ക്രാമ്പിങ്ങും ഡയേറിയയും പേഷ്യൻറ്റിന് നോട്ട് ചെയ്യുന്നുണ്ട്. സോ നൗ യു അണ്ടർസ്റ്റുഡ് about hypocalcemia, what is normal level of calcium and what is meant by hypocalcemia, and when it is occurring in lactose intolerance patients, especially hypocalcemia noting, and when patient is getting hypocalcemia, what are the signs and symptoms observed in patients? Paresthesia, numbness, hyperactive deep tendon reflexes, positive trausis sign, positive choustic sign, additionally increased neuromuscular excitability, muscle cramps, twitching, tetany, seizures, irritability, anxiety, gastrointestinal symptoms like gastric motility, hyperactive bowel sounds, abdominal cramping and diarrhea. So now you studied hypocalcemia. ഒപ്പം തന്നെ ഈ ഒരു ഹൈപ്പോകാൽസിമിയ എന്താണ്, എന്തൊക്കെ കാരണങ്ങളാണ്, നോർമൽ ലെവൽ എന്താണ്, അതിൻ്റെ സിംറ്റംസ് എന്താണ്, മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ECG വേരിയേഷൻസ് എന്താണ്. ഓരോ ഇലക്ട്രോലൈറ്റ്സ് പഠിക്കുമ്പോഴും നിങ്ങൾ ഇത്രയും ഫാക്ടേഴ്സ് അവിടെ പഠിച്ചു പോകും. നെക്സ്റ്റ് വൺ, ECGയുടെ ഒരു വേരിയേഷൻസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആ ഒരു ചാർട്ട് വരുന്നുണ്ട്. പഠിച്ചിട്ടില്ലാത്തവർ അത് കണ്ട് പഠിക്കുക, പഠിച്ചിട്ടുള്ളവർ ഓക്കെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. നെക്സ്റ്റ്, തേർഡ് ഓപ്ഷൻ, the nurse is caring for a client with a Crohn's disease. Okay, intestinal disease ആണ് Crohn's disease, who has a calcium level 8 mg DL. Crohn's disease ഉള്ള പേഷ്യൻ്റ് ആണ്. അവിടെ കാൽസ്യം ലെവൽ 8 mg ആണ്. Which patterns would the nurse watch for on the ECG, electrocardiogram? സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞാൻ ECG പഠിക്കാൻ പറഞ്ഞത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് കാൽസ്യത്തിൽ മാത്രമല്ല, പല ഇലക്ട്രോലൈറ്റ്സിൽ, എക്സ്പെഷ്യലി ഹൈപ്പോകാൽസീമിയ, ഹൈപ്പർ കാൽസീമിയ, അതുപോലെ ഹൈപ്പോകലീമിയ, ഹൈപ്പർ കലീമിയ, ഇത് പ്രധാനമായിട്ട് ചോദിക്കാറുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്, ക്രോൺസ് ഡിസീസ് ഉള്ള പേഷ്യൻറ്റിന് ഡെഫിനറ്റ്ലി അവിടെ കാൽസ്യത്തിൻ്റെ അബ്സോർഷൻ കുറയുന്നു. അവിടെ കാൽസ്യത്തിൻ്റെ ലെവൽ 8 mg ആയി മാറി. അവിടെ 8.5 കുറവാണല്ലോ 8 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ECGയിൽ അതിൻ്റെ വേരിയേഷൻ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹൈപ്പോകാൽസീമിയ ഉള്ള പേഷ്യൻ്റ്, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഹൈപ്പോകാൽസീമിയ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു നോർമൽ വാല്യൂ നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് നമുക്കത് മനസ്സിലായത്. യെസ്, ഇറ്റ് ഈസ് ഹൈപ്പോകാൽസീമിയ. ക്രോൺസ് ഡിസീസ് ഉള്ള പേഷ്യൻസിന് അവിടെ ആഹാരത്തിൽ നിന്ന് നമ്മുടെ കാൽസ്യം അബ്സോർഷൻ ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റെ കാൽസ്യം നോർമൽ ലെവലിൽ നിന്ന് കുറഞ്ഞു, 8 mg/dl ആയി എന്നുള്ളത് ക്ലിയർ ആയി. ഇനി ECGയിൽ എന്തൊക്കെ വേരിയേഷൻസ് ഉണ്ടാകാം? പീക്ഡ് T വേവ്. ECGയിൽ എന്തൊക്കെ വേവ് ഉണ്ട്? P ഉണ്ട്, QRS ഉണ്ട്, അതുപോലെ T ഉണ്ട്. ചില ആൾക്കാർക്ക് U വേവും ഉണ്ടാകാറുണ്ട് അല്ലേ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പീക്ഡ് ആയിട്ടുള്ള T വേവ് ആണോ, വൈഡൻഡ് ആയിട്ടുള്ള T വേവ് ആണോ, പ്രോമിനൻ്റ് ആയിട്ടുള്ള U വേവ് ആണോ? കാരണം U വേവ് അത്ര കോമൺ അല്ല,
റെയർ ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രമേ യു വേവ് കാണാറുള്ളൂ. നെക്സ്റ്റ് പ്രൊലോങ്ഡ് ക്യൂ ടി ഇൻ്റർവെൽ, ക്യൂ മുതൽ ടി വരെയുള്ള ഇൻ്റർവെല്ലിൽ സമയം ഡ്യൂറേഷൻ കൂടുന്നുണ്ടോ, എസ് മുതൽ ടി മുതലുള്ള ഡ്യൂറേഷൻ അവിടെ കൂടുന്നുണ്ടോ. ഇവിടെ കറക്റ്റ് ആൻസർ ഏതൊക്കെ ആയിരിക്കും? നിങ്ങളൊന്ന് ഓപ്ഷൻ നോക്കുക, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൻസർ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു, എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ മെസ്സേജസും ഒക്കെ നമ്മുടെ വീഡിയോ മറ്റുള്ള ആൾക്കാരിലോട്ട് എത്തിക്കാനും ചാനലിൽ അതൊരു സപ്പോർട്ടും ആകും. അപ്പോൾ അത് ചെയ്യാൻ മടിക്കരുത് നിങ്ങളാരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്? ഓപ്ഷൻസ് 4ഉം 5ഉം ആണ്. ദാറ്റ് ഈസ് പ്രൊലോങ്ഡ് ക്യൂ ടി ഇൻ്റർവൽ, പ്രൊലോങ്ഡ് എസ് ടി സെഗ്മെൻറ്റ്. അതായത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ ഒരു ഓപ്ഷൻ തന്നെ മനസ്സിലാവും. കാരണം ഇവിടെ നോക്കൂ, ക്യൂ ടി ഇൻ്റർവെല്ലിൽ കൂടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എസ് ടി സെഗ്മെൻറ്റും അവിടെ എന്ത് ചെയ്യും? കൂടും അല്ലേ, പ്രൊലോങ്ഡ് ആയിട്ട് മാറും. നമുക്ക് ഇതിൻ്റെ കറക്റ്റ് വേരിയേഷൻസിലോട്ടൊന്ന് പോകാം. ഓപ്ഷൻസ് 4ഉം 5ഉം ആണ് കറക്റ്റ് ആൻസർ. A client with a Crohn's disease at risk of hypocalcemia, definitely. The normal serum calcium level is 9 to 10.5 mg per dl. Serum calcium level lower than 9 mg per dl indicates hypocalcemia. Okay, electrocardiographic changes that occur in a client with a hypocalcemia include prolonged QT interval, prolonged ST segment, peaked T waves occur in myocardial infarctions, very important. അതുപോലെ പീക്ഡ് ടി വേവ്സ് നമ്മുടെ പൊട്ടാസ്യം വേരിയേഷൻസിലും വരുന്നുണ്ട്. ഓക്കെ, അതുകൂടെ നോട്ട് ചെയ്തോളാം കേട്ടോ. ഇവിടെ നമുക്ക് എന്തൊക്കെ പറഞ്ഞത്? ഹൈപ്പോകാൽസിയമിൽ പ്രൊലോങ്ഡ് ക്യൂ ടി ഇൻ്റർവെല്ലും പ്രൊലോങ്ഡ് എസ് ടി സെഗ്മെൻറ്റ്, അതായത് നമ്മുടെ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം, ആ ഒരു ഡ്യൂറേഷൻ അവിടെ കൂടുതൽ. കാരണം നമ്മുടെ മസിൽസ് കൺട്രാക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെ ആ ഒരു കാൽസ്യം നോർമൽ ലെവൽ വേണം, ഇല്ലെങ്കിൽ അത് കൺട്രാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. സോ ഇറ്റ് നീഡ്സ് മോർ ടൈം ടു കൺട്രാക്ട്. ഓക്കെ, നെക്സ്റ്റ് പീക്ഡ് ടി വേവ്സ് ഒക്കർ വിത്ത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മറ്റ് ഓപ്ഷൻസ് ആയിട്ടുള്ള ഷോർട്ട് ആൻഡ് എസ് ടി സെഗ്മെൻറ്റും വൈഡ് ആൻഡ് ടി വേവ്സും ഏതിലാണ് കാണുന്നത്? ഹൈപ്പർ കാൽസീമിയയിലാണ്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഹൈപ്പോകാൽസീമിയാണ്, പക്ഷേ ഷോർട്ട് ആൻഡ് എസ് ടി സെഗ്മെൻറ്റ്, നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ പ്രൊലോങ്ഡ് എസ് ടി സെഗ്മെൻ്റ് ആയിരുന്നു. എന്നാൽ ഷോർട്ട് ആൻഡ് എസ് ടി സെഗ്മെൻറ്റും വൈഡ് ആൻഡ് ടിയും ഒക്കെ കാണുന്നത് ഹൈപ്പർ കാൽസീമിയയിലാണ്. ഹൈപ്പർ കാൽസ്യത്തിൻ്റെ ലെവൽ കൂടുന്നു. നെക്സ്റ്റ് എസ് ടി ഡിപ്രഷനും പ്രോമിനൻറ്റ് യു വേവ്സും ഒക്കെ ചെയ്യുന്നത് ഏത് കണ്ടീഷനിലാണ്? ഹൈപ്പോ കലീമിയ. പൊട്ടാസ്യം കുറയുമ്പോഴാണ് എസ് ടി ഡിപ്രഷനും പ്രോമിനൻറ്റ് യു വേവ്സും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും നോട്ട് ചെയ്ത് പഠിച്ചല്ലോ. നെക്സ്റ്റ് ഇവിടെ നോക്കി, ഈ ചാർട്ട് ഞാൻ മുന്നേ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെയും നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിൻ്റെ ഇലക്ട്രോ കാർഡിയോഗ്രാഫിക് അല്ലെങ്കിൽ ECG ചേഞ്ചസ് പഠിച്ചിട്ടില്ല എങ്കിൽ ഈ ചാർട്ട് നിങ്ങളെ സഹായിക്കും. ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ECG റിലേറ്റഡ് ആയിട്ട്, ECG ഇലക്ട്രോലൈറ്റും ECG റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഹൈപ്പോ കലീമിയയിൽ എന്തൊക്കെ ഉണ്ടാകുന്നു, ഹൈപ്പർ കലീമിയയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഹൈപ്പോ കാൽസീമിയ, ഹൈപ്പർ കാൽസീമിയ, ഹൈപ്പോ മെഗ്നീഷ്യമിയ, ഹൈപ്പർ മെഗ്നീഷ്യമിയ. ഹൈപ്പോ കലീമിയയും ഹൈപ്പർ കലീമിയയും ഹൈപ്പോ കാൽസീമിയ, ഹൈപ്പർ കാൽസീമിയ, ഇത് നാലുമാണ് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഹൈപ്പോയിലാണെങ്കിൽ, ഹൈപ്പോ കലീമിയ ആണെങ്കിൽ എസ് ടി ഡിപ്രഷൻ ഉണ്ടാകും, ഇൻവേർട്ടഡ് ടി ഉണ്ടാകും, പ്രോമിനൻറ്റ് യു ഉണ്ടാകും. ഇത്രയുമാണ് പ്രത്യേകത. നെക്സ്റ്റ് ഹൈപ്പർ കലീമിയ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പീക്ഡ് ടി വേവ്സ്, ഫ്ലാറ്റ് പി വേവ്സ്, വൈഡൻഡ് QRS, പ്രൊലോങ്ഡ് PR ഇന്റർവൽ. ഹൈപ്പോ കാൽസീമിയ ആണെങ്കിൽ പ്രൊലോങ്ഡ് എസ് ടി സെഗ്മെന്റ്, പ്രൊലോങ്ഡ് QT സെഗ്മെന്റ്. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പ്രൊലോങ്ഡ് ST സെഗ്മെന്റ്, പ്രൊലോങ്ഡ് QT സെഗ്മെന്റ്സ്. നെക്സ്റ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഹൈപ്പർ കാൽസീമിയ ആകുമ്പോൾ എന്തായിരിക്കും? അവിടെ ഷോർട്ട് എൻഡ് ST സെഗ്മെന്റ് ആകും, വൈഡ് എൻഡ് T ആകും, അതുപോലെ ഹാർട്ട് ബ്ലോക്കും ഉണ്ടാകാം. അതുപോലെ ഹൈപ്പോ മെഗ്നീഷ്യമിയ ആണെങ്കിൽ ടോൾ ടി വേവ്സ് ഉണ്ടാകും, ഡിപ്രസ്ഡ് ST സെഗ്മെന്റ് ഉണ്ടാകും. നെക്സ്റ്റ് ഹൈപ്പർ മെഗ്നീഷ്യമിയ ആണെങ്കിൽ പ്രൊലോങ്ഡ് PR ഇന്റർവെല്ലും വൈഡ് ആൻഡ് QRS കോംപ്ലക്സസും ഉണ്ടാകും. ഇത് നോട്ട് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, മറ്റൊരു ക്വസ്റ്റ്യൻ തന്നെ, അതും ഇലക്ട്രോലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന അത്രയും ഇലക്ട്രോലൈറ്റ് റിലേറ്റഡ് തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് അതിൽ നിന്ന് എപ്പോഴും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. സോ റിപ്പീറ്റഡ് ആയിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ഈസി ആയിട്ട് പഠിക്കും. ഈവൻ നിങ്ങൾ അവിടെ പോകുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ അറിയത്തില്ലെങ്കിൽ പോലും തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ ക്രോസ് ഔട്ട് ചെയ്ത് റൈറ്റ് ഓപ്ഷനിലോട്ട് എത്തിച്ചേരാൻ പറ്റും. സോ പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്. The nurse reviews the electrolyte results of a client with a chronic kidney disease. Okay, patient is having CKD, chronic kidney disease, and notes that potassium is 5.7 μQ per liter.
ദാറ്റ് ഈസ് ഹൈപ്പർകലീമിയ. പേഷ്യൻറ്റിന് പൊട്ടാസ്യം ലെവല് കൂടുതലാണ്, 5.7 ആണ്. വിച്ച് പാറ്റേൺസ് വുഡ് ദ നഴ്സ് വാച്ച് ഫോർ ഓൺ ദ കാർഡിയാക് മോണിറ്റർ ആസ് എ റിസൾട്ട് ഓഫ് ലബോറട്ടറി വാല്യൂ? പേഷ്യൻറ്റിൻ്റെ ഹൈപ്പർകലീമിയ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. പേഷ്യൻറ്റിന് അവിടെ 5.7 പൊട്ടാസ്യം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഹൈപ്പർകലീമിയ. ഹൈപ്പർകലീമിയ ഉള്ള പേഷ്യൻറ്റിന് ഏതൊക്കെ ECG വേരിയേഷനാണ് ആ നഴ്സിന് ആ ഒരു മോണിറ്ററിൽ കാണാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരിക്കും? ST ഡിപ്രഷൻ, prominent U wave, tall peaked T waves, prolonged ST segment, widened QRS complex. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഈ ചാർട്ട് പഠിച്ചതേ ഉള്ളൂ. ഹൈപ്പർകലീമിയ ഉള്ള പേഷ്യൻസിന് എന്തായിരിക്കും? ടോൾ പീക്ഡ് T waves ഉണ്ടാകും, ഫ്ലാറ്റ് P waves ഉണ്ടാകും, വൈഡൻഡ് QRS ഉണ്ടാകാം, പ്രൊലോങ്ഡ് PR. ഇപ്പോൾ ഇതെല്ലാം ഉണ്ടാകണമെന്നില്ല ഓപ്ഷനിൽ. ഇതിൽ ഓപ്ഷനിൽ ഉള്ളത് ഏതൊക്കെയോ അത് നമ്മൾ അവിടെ എഴുതണം. സോ കറക്റ്റ് ഓപ്ഷൻ ടോൾ പീക്ഡ് T waves, ST സെഗ്മെന്റ് അല്ല, പകരം അഞ്ചാമത്തെ ഓപ്ഷൻ വൈഡൻഡ് QRS കോംപ്ലക്സും. ടോൾ പീക്ഡ് T വേവ്സും വൈഡൻഡ് QRS കോംപ്ലക്സുമാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള എല്ലാം നമ്മുടെ ഈ ഒരു ഹൈപ്പർ കലീമിയായിട്ട് റിലേറ്റഡ് അല്ല. പ്രൊലോങ്ഡ് ST സെഗ്മെന്റ് വരുന്നത് ഹൈപ്പോ കൽസീമിയ ആണ് അല്ലേ. അതുപോലെ ബാക്കിയുള്ളതൊന്നും പ്രോമിനന്റും യു വേവ് ഇവിടെ ഹൈപ്പർ കലീമിയയിൽ വരുന്നില്ല. നെക്സ്റ്റ് അതിൻ്റെ ഓപ്ഷൻ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലയൻറ്റ് വിത്ത് ക്രോണിക് കിഡ്നി ഡിസീസസ് അറ്റ് റിസ്ക് ഓഫ് ഹൈപ്പർ കലീമിയ. ബിക്കോസ് എന്തുകൊണ്ടാണ് കിഡ്നി ഡിസീസസ് ഉള്ള പേഷ്യൻസിന് ഹൈപ്പർ കലീമിയ ഉണ്ടാകുന്നത്? നമ്മുടെ ബ്ലഡിൽ നോർമലി നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ആഹാരത്തിലുള്ള പൊട്ടാസ്യം അബ്സോർബ് ചെയ്യുന്നു, ആവശ്യാനുസരണം യൂസ് ചെയ്യുന്നു. എക്സസ് ആയിട്ടുള്ളത് ഡെയിലി അതവിടെ യൂറിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പൊട്ടാസ്യം അവിടെ എക്സ്ക്രീറ്റ് ചെയ്യാതെ എന്ത് സംഭവിക്കും? അവിടെ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ നമ്മുടെ ബ്ലഡിൽ കൂടും. അങ്ങനെ ഹൈപ്പർ കലീമിയ ഉണ്ടാകും. ഹൈപ്പർ കലീമിയ ഉണ്ടാകുന്ന പേഷ്യൻസിന് എന്തൊക്കെ ECG വേരിയേഷൻസ് ഉണ്ടാകും? ഫ്ലാറ്റ് P waves ഉണ്ടാകും, പ്രൊലോങ്ഡ് PR ഇൻ്റർവെൽസ് ഉണ്ടാകും, വൈഡൻഡ് QRS കോംപ്ലക്സസ് ഉണ്ടാകും, ടോൾ പീക്ഡ് T waves ഉണ്ടാകും. ST ഡിപ്രഷനും പ്രോമിനൻറ്റ് U വേവും എവിടെയാണ് കാണുന്നത്? ഹൈപ്പോ കലീമിയയിലാണ്. പ്രൊലോങ്ഡ് ST സെഗ്മെൻറ്റ് ഹൈപ്പോ കാൽസ്യമിയാണ്. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻസ് എല്ലാം തെറ്റായത്. പകരം നമ്മുടെ ടോൾ പീക്ഡ് വേവ്സും വൈഡൻഡ് QRS കോംപ്ലക്സും ആണ്, പ്രൊലോങ്ഡ് PR ഇൻ്റർവെൽസും ഫ്ലാറ്റ് P വേവ്സും ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. നെക്സ്റ്റ് ആ സെയിം ചാർട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇല്ലെങ്കിൽ അതെല്ലാം ഇതേപോലെയുള്ള ചാർട്ടുകളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിലൊന്ന് ജസ്റ്റ് അടിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് നോക്കിയിട്ടായാലും പഠിക്കുക. പക്ഷെ എങ്ങനെയായാലും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ദ നേഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയൻറ്റ് വിത്ത് ഹാർട്ട് ഫെയിലുവർ ഹു ഈസ് റിസീവിങ് ഹൈ ഡോസസ് ഓഫ് ഡയൂററ്റിക്. ഓഫ് കോഴ്സ് ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻ്റ് എന്തിനാണ് ഡയൂററ്റിക് കൊടുക്കുന്നത്? ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിംറ്റമാണ് എഡിമ, ജനറലൈസ്ഡ് എഡിമ. ബോഡി ഫുള്ളായിട്ട് എന്തുണ്ടാകും? എഡിമയുണ്ടാകും. അപ്പോൾ ആ സ്വെല്ലിങ് അല്ലെങ്കിൽ എഡിമ അവിടെ കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ പേഷ്യൻറ്റിന് ഡയൂററ്റിക്സ് കൊടുക്കും. എന്നാൽ മാത്രമേ ഫ്ലൂയിഡിൻ്റെ ഔട്ട്പുട്ട്, യൂറിനോടി ഔട്ട്പുട്ട് അവിടെ നമുക്ക് കൂട്ടാനും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ ഫ്ലൂയിഡിൻ്റെ കളക്ഷൻ അവിടെ കുറയ്ക്കാനും പറ്റും. കാരണം സർക്കുലേറ്ററി ഓവർലോഡ് സംഭവിക്കുകയാണ്. ഹാർട്ട് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഡാമേജ് ഉണ്ടാകുന്നു. ലെഫ്റ്റ് ഹാർട്ട് സൈഡ് ഫെയിലിയർ ആകും. പിന്നെ അത് റൈറ്റ് സൈഡ് ഫെയിലിയർ, കംപ്ലീറ്റ്ലി ഹാർട്ട് ഫെയിലിയർ ആകുന്നു. സോ വി കനോട്ട് മാനേജ് ദ ഫ്ലൂയിഡ് അല്ലേ, ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ആ ഒരു പേഷ്യൻ്റ്, ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻ്റ് ഡയൂററ്റിക്സ് കൊടുക്കുന്നുണ്ട്. ഓൺ അസസ്മെൻറ്റ് ദ നേഴ്സ് നോട്ട്സ് ദാറ്റ് ദ ക്ലയൻറ്റ് ഹാസ് ഫ്ലാറ്റ് നെക്ക് വെയിൻ. ഓക്കെ, ഡയൂററ്റിക്സ് കൊടുക്കുന്ന പേഷ്യൻ്റ് നെക്ക് വെയിൻ എന്ത് ചെയ്തു? ഫ്ലാറ്റായി മാറി. അതിൻ്റെ അർത്ഥം എന്താണ്? ഫ്ലൂയിഡ് അവിടെ കുറഞ്ഞു എന്നർത്ഥം. ജനറലൈസ്ഡ് മസിൽ വീക്ക്നെസ് ഉണ്ടായി, ഡിമിനിഷ്ഡ് ഡീപ്പ് ടെൻഡോൺ റിഫ്ലക്സ് ഉണ്ടായി. ദ നേഴ്സ് സസ്പെക്ട്സ് ഹൈപ്പോനെട്രീമിയ. ഫ്ലൂയിഡ് അവിടെ നഷ്ടപ്പെട്ടിട്ട്, ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നതിനൊപ്പം നമുക്ക് എന്തുകൂടെ നഷ്ടപ്പെടും? സോഡിയം കൂടെ നഷ്ടപ്പെടും അല്ലേ. സോഡിയം കൂടെ നഷ്ടപ്പെട്ടിട്ട് അവിടെ ഹൈപ്പോനെട്രീമിയ ഉണ്ടായി. വാട്ട് അഡീഷണൽ സൈൻ വുഡ് ദ നേഴ്സ് എക്സ്പെക്ട് ടു നോട്ട് ദാറ്റ് ദ ക്ലയൻറ്റ് ഈസ് ഹാവിങ് ഹൈപ്പോനെട്രീമിയ? അതായത് ഫ്ലൂയിഡ് വോളിയം ഡയൂററ്റിക്സ് കൊടുത്ത് പേഷ്യൻറ്റിൻ്റെ ഫ്ലൂയിഡ് കുറഞ്ഞ് ഹൈപ്പോനെട്രീമിയ ആയി മാറി. എങ്കിൽ ഹൈപ്പോനെട്രിയയുടെ സിംറ്റംസ് ഏതൊക്കെയാണ്? ഈ ഒരു ഫ്ലാറ്റ് നെക്ക് വെയിനും ജനറലൈസ്ഡ് മസിൽ വീക്ക്നെസ്സും ഡിമിനിഷ്ഡ് ഡീപ്പ് ടെൻഡോൺ റിഫ്ലക്സസിനും ഒപ്പം മറ്റ് എന്ത് സിംറ്റം ഉണ്ടാകാം? മസിൽ ട്വിച്ചസ് ആണോ? ഡിക്രീസ്ഡ് യൂറിനറി ഔട്ട്പുട്ട് ആണോ? ഹൈപ്പർ ആക്റ്റീവ് ബവൽ സൗണ്ട് ആണോ? ഇൻക്രീസ്ഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ ആണോ? അല്ല, സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്നു എന്ന് പറഞ്ഞാൽ യൂറിൻ ഔട്ട്പുട്ട് കുറയുന്നു എന്നാണ് അർത്ഥം. ഇവിടെ ഡയൂററ്റിക്സ് കൊടുക്കുന്ന പേഷ്യൻ്റ് യൂറിൻ ഔട്ട്പുട്ട് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുകയാണ് ചെയ്യുക.
സോ അതല്ല. ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ആണോ? അല്ല. കാരണം ഇവിടെ ഡയോറിറ്റിക്സ് കൊടുക്കുന്ന പേഷ്യൻറ്റ് യൂറിൻ ഔട്ട്പുട്ട് നന്നായിട്ട് ഉണ്ടാകും, കൂടുതലാണ് ഉണ്ടാകുക. ഇനി ഹൈപ്പർ ആക്റ്റീവ് ബവൽ സൗണ്ട് ആണോ? ഇല്ല, ഡിമിനിഷ്ഡ് ബവൽ സൗണ്ട് ആണ് ഉണ്ടാകുക. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ 1 മസിൽ ട്വിച്ചസ്. മസിൽ ട്വിച്ചിങ് ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ടുണ്ടാകുന്നത്. നെക്സ്റ്റ് ഇവിടെ നോക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ. നോർമൽ സീറം പൊട്ടാസ്യം സീറം സോഡിയം നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് 135 to 145 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ. അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്ന് ചോദിച്ചാലും അത് സോഡിയമാണ്. ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? പൊട്ടാസ്യമാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മുടെ അങ്ങനെയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സോഡിയവും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പൊട്ടാസ്യവുമാണ്. നെക്സ്റ്റ്, ഹൈപ്പോനട്രീമിയ എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? എപ്പോഴാണോ പേഷ്യൻ്റെ സോഡിയം ലെവല് അല്ലെങ്കിൽ നട്രീമിയ എന്ന് പറയുന്നത് ലെസ് ദാൻ 135 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആകുന്നത്, അപ്പോഴാണ് ഹൈപ്പോനട്രീമിയ പറയുന്നത്. ഹൈപ്പർ ആക്റ്റീവ് ബവൽ സൗണ്ട് ഇൻഡിക്കേറ്റ് ഹൈപ്പോനട്രീമിയ. റിമൈനിങ് ഓപ്ഷൻസ് ആർ ഇൻകറക്റ്റ്. അതായത് ഹൈപ്പർ നട്രീമിയയുടെ സിംറ്റംസ് ആണ്. ഹൈപ്പോനട്രീമിയ ഉള്ള പേഷ്യൻസിന് മസിൽ വീക്ക്നെസ്സും ഇൻക്രീസ്ഡ് യൂറിനറി ഔട്ട്പുട്ടും ഡിക്രീസ്ഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിനുമാണ് നോട്ട് ചെയ്യാൻ. 6th question, which client is at risk for development of sodium level at 130 milli equivalent per ലിറ്റർ? 130 മില്ലി ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ സോഡിയത്തിന്റെ ഏത് ലെവലാണ്? ദാറ്റ് ഈസ് ഹൈപ്പോനട്രീമിയ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലേ, 135 to 145 ആണ് അവിടുത്തെ നോർമൽ ലെവൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് പേഷ്യൻ്റിനായിരിക്കും സോഡിയം ലെവൽ 130 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ സോഡിയം ലെവൽ കുറഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത്? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ. ദ ക്ലയൻറ്റ് ഹു ഈസ് ടേക്കിംഗ് ഡയൂറിറ്റിക്സ് ആണോ? ദ ക്ലയൻറ്റ് വിത്ത് ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം ആണോ? ക്ലയൻറ്റ് വിത്ത് കുഷിംഗ് സിൻഡ്രോം ആണോ? ക്ലയൻറ്റ് ഹു ഈസ് ടേക്കിംഗ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആണ്. കറക്റ്റ് ഓപ്ഷൻ എ, ക്ലയൻറ്റ് ഹു ഈസ് ടേക്കിംഗ് ഡയൂറിറ്റിക്സ് ആണ്. നമ്മൾ തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ അതാണ് പഠിച്ചത് അല്ലേ? ഡയൂറിറ്റിക്സ് കൊടുക്കുന്ന പേഷ്യൻ്റ് ഫ്ലൂയിഡ് ഔട്ട്പുട്ട് കൂടുന്നു. ഫ്ലൂയിഡ് ഔട്ട്പുട്ട്, അതായത് യൂറിനറി ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? അവിടെ സോഡിയം നഷ്ടപ്പെടുന്നു. സോഡിയം കുറഞ്ഞ ഹൈപ്പോനട്രീമിയ ഡെവലപ്പ് ചെയ്യാം. സോ നോർമൽ ലെവൽ 135 to 145. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 130 ഇറ്റ് ഈസ് ഹൈപ്പോനട്രീമിയ. Hyponatremia can occur with the patients taking diuretics, patients taking corticosteroids, hyperaldosteronism, Cushing's syndrome. ഇതൊക്കെ ഹൈപ്പർനട്രീമിയക്കാണ് അവിടെ റിസ്ക് ഉള്ളത്. അവിടെ സോഡിയം ലെവൽ അവിടെ കൂടാനാണ് ചാൻസ് ഉള്ളത്. ഓൺലി പേഷ്യൻറ്റ് വെൻ ഈസ് ടേക്കിംഗ് diuretics, urinary output will be more and we will be losing more sodium through the urine. So patient may get a hyponatremia. Next, 7th question. The nurse reviews a client's laboratory report and notes that the client's serum phosphorus or phosphate level is 1.8. Which condition most likely caused this serum phosphorus level? ഏത് കണ്ടീഷൻ ആയിരിക്കും ഇങ്ങനെ ഒരു ലെവൽ ആക്കിയത്? ഇവിടെ നോക്കൂ, ഇവിടെ 1.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോസ്ഫേറ്റിന്റെ ഏത് അബ്നോർമാലിറ്റി പറയുന്നത്? ഹൈപ്പർ ഫോസ്ഫറ്റീമിയ ആണോ ഹൈപ്പോ ഫോസ്ഫറ്റീമിയ ആണോ? ഇറ്റ് ഈസ് ഹൈപ്പോ ഫോസ്ഫറ്റീമിയ. ബിക്കോസ് മിനിമം നമുക്ക് ഫോസ്ഫറസ് എത്ര വേണം? 3 എങ്കിലും വേണം, 3 mg/dl എങ്കിലും വേണം. എന്നാൽ ഇവിടെ വളരെ കുറവാണ്. എങ്കിൽ എന്ത് കാരണം കൊണ്ടായിരിക്കും ഫോസ്ഫറസ് ഇങ്ങനെ കുറഞ്ഞു പോയത്? മാൽന്യൂട്രീഷൻ കൊണ്ടാണോ? റീനൽ ഇൻസഫിഷ്യൻസി കൊണ്ടാണോ? ഹൈപ്പോ പാരാതൈറോയിഡിസം ആണോ? ട്യൂമർ ലൈസിസ് സിൻഡ്രോം ആണ്. കറക്റ്റ് ഓപ്ഷൻ 1 മാൽന്യൂട്രീഷൻ ആണ്. കാരണം വിശന്നിരിക്കുന്ന ആൾക്കാർക്ക്, പ്രോപ്പർ ഡയറ്റ് കിട്ടാത്ത ആൾക്കാർക്കാണ് ഈ ഒരു ഫോസ്ഫറ്റീമിയ ഉണ്ടാകുന്നത്. പ്രധാനമായിട്ട് ക്ലയൻറ്റ് എക്സ്പീരിയൻസ് ഹൈപ്പോഫോസ്ഫറ്റീമിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മാൽന്യൂട്രീഷൻ ഓർ സ്റ്റാർവേഷൻ, അതായത് നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുക, അല്ലെങ്കിൽ മാൽന്യൂട്രീഷനുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ പേഷ്യൻസ് യൂസിങ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അതായത് നമ്മുടെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഗ്നീഷ്യം ബേസ്ഡ് ആൻറ്റാസിഡ്സ്, പേഷ്യൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില അലുമിനിയം ഹൈഡ്രോക്സൈഡ് ബേസ്ഡ് ആയിട്ടുള്ള ആൻറ്റാസിഡ്സുകളോ മെഗ്നീഷ്യം ബേസ്ഡ് ആയിട്ടുള്ള ആൻറ്റാസിഡുകളോ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഹൈപ്പോഫോസ്ഫറ്റീമിയ ഉണ്ടാകാറുണ്ട്. കാരണം ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കാം. ചിലപ്പോൾ പേഷ്യൻ്റ് ഈസ് ടേക്കിംഗ് ഹൈ മെഗ്നീഷ്യം ബേസ്ഡ് ആൻറ്റാസിഡ്. പേഷ്യൻ്റ് താഴെ പറയുന്നതിൽ ഏത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ് നിങ്ങൾ അവിടെ നോട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഹൈപ്പോഫോസ്ഫറ്റീമിയ അല്ലേ, അല്ലെങ്കിൽ ഹൈപ്പർ മെഗ്നീഷ്യമിയ ഉണ്ടാകാം. ഓക്കെ, മാൽന്യൂട്രീഷനാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. റീനൽ ഇൻസഫിഷ്യൻസി ഉള്ള പേഷ്യൻസിനും ഹൈപ്പോ പാരാതൈറോയിഡിസം ഉള്ള പേഷ്യൻസിനും ട്യൂമർ ലൈസിസ് സിൻഡ്രോം ഉള്ള പേഷ്യൻസിനും ഹൈപ്പർ ഫോസ്ഫറ്റീമിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഫോസ്ഫേറ്റ് കുറഞ്ഞു പോവുകയല്ല, ഈ കണ്ടീഷൻസിലെല്ലാം ഫോസ്ഫേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുക. സോ നോർമൽ ലെവൽ ഫോസ്ഫേറ്റ് ഇറ്റ് ഈസ് 3 to 4.5 mg/dl.
Next, 8th question. The nurse is reading a physician's progress notes in the client's record and reads the physician has documented insensible fluid loss of approximately 800 ml daily. അതായത് പേഷ്യൻ്റ് അറിയാതെ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നതാണ് അല്ലേ. നമ്മൾ അറിയാതെ ശരീരത്തിൽ സ്വെറ്റിങ്ങും റെസ്പിറേഷനിലൂടെയൊക്കെ ഫ്ലൂയിഡ് നഷ്ടപ്പെടാറുണ്ട് ത്രൂ സ്കിൻ ആൻഡ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെടുന്ന ലോസിനെ ഇൻസെൻസിബിൾ ലോസ് എന്നാണ് പറയുന്നത്. അത് 800 ml ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ദ നഴ്സ് പ്ലാൻസ് ടു മോണിറ്റർ ദ ക്ലയൻറ്റ് നോയിങ് ദാറ്റ് ഇൻസെൻസിബിൾ ഫ്ലൂയിഡ് ലോഡ്സ് ഒക്കേഴ്സ് ത്രൂ വിച്ച് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇൻസെൻസിബിൾ ഫ്ലൂയിഡ് ലോസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് തരം ആണ്? യൂറിനറി ഔട്ട്പുട്ട് ആണോ, അതോ വൂണ്ട് ഡ്രെയിനേജ് ആണോ, ഇൻറ്റഗമെൻ്ററി ഔട്ട്പുട്ട് സ്കിന്നിലൂടെ ആണോ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലാണ്? ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡയേറിയ അല്ലെങ്കിൽ വോമിറ്റിംഗ്. അത് നമ്മൾ അറിയുന്നില്ലേ? അറിയുന്നുണ്ട്. യൂറിനറി ഔട്ട്പുട്ട് യൂറിൻ പാസ് ചെയ്യുന്ന അറിയുന്നില്ലേ? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, പറ്റും. അതുപോലെ വൂണ്ട് ഡ്രെയിനേജ് നമുക്ക് നമ്പർ ഓഫ് പാഡ് അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്ചാർജ് അതിൽ നിന്നുണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അറിയാം. എന്നാൽ സ്കിന്നിലൂടെ നമുക്ക് അന്തരീക്ഷത്തിലൂടെ എത്ര ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മുടെ ഇൻസെൻസിബിൾ ഫ്ലൂയിഡ് ലോസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. Next, insensible losses may occur without person's awareness. Insensible losses occur daily through skin and lungs. Sensible losses are occurring patient is aware, such as urination, wound drainage, gastrointestinal tract losses. Next question, 9th question. The nurse is assigned to care for a group of patients. Okay. On review of client's medical records, nurse determines that which client is most likely at risk of fluid volume deficit. ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം ആൾക്കാരെ കെയർ ചെയ്യുന്ന ഒരു നഴ്സാണ് ഞാൻ. അപ്പോൾ ഞാൻ എല്ലാവരുടെയും റെക്കോർഡ്സ് പരിശോധിക്കുന്നുണ്ട്, കാരണം എല്ലാവർക്കും ഒരേ ഡയഗ്നോസിസ് അല്ല. അപ്പോൾ ഇതിൽ ആർക്കാണ് ഫ്ലൂയിഡ് പെട്ടെന്ന് കുറഞ്ഞു പോകാൻ, ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്? ക്ലയൻറ്റ് വിത്ത് ഇലിയോസ്റ്റമി ആണോ, ക്ലയൻറ്റ് വിത്ത് ഹാർട്ട് ഫെയിലുവർ ആണോ, ക്ലയൻറ്റ് ഓൺ ലോങ് ടേം കോർട്ടിക്കോസ്റ്റിറോയിഡ് തെറാപ്പി ആണോ, ക്ലയൻറ്റ് റിസീവിങ് ഫ്രീക്വൻറ്റ് വൂണ്ട് ഇറിഗേഷൻസ് ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇലിയോസ്റ്റമി ഉള്ള പേഷ്യൻസിന് ഡെഫിനറ്റ്ലി അവിടെ ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നുണ്ട്. ഹാർട്ട് ഫെയിലുവർ ഉള്ള പേഷ്യൻസിന് ഫ്ലൂയിഡ് നഷ്ടപ്പെടുകയല്ല, എഡിമയാണ് ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഈസ് റോങ്. ലോങ് ടേം കോർട്ടിക്കോസ്റ്റിറോയിഡുള്ള പേഷ്യൻസിന് ഫ്ലൂയിഡ് ജനറലൈസ്ഡ് എഡിമാസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഫ്ലൂയിഡ് ഇറിഗേഷൻ ചെയ്യുന്നത് പറയും ഫ്ലൂയിഡ് ആണ് നഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, കൂടാനും ചാൻസ് ഉള്ളൂ. കൂടാനും ചാൻസ് കുറവാണ്, എന്നാലും ഓക്കെ ഇറിഗേഷൻ കൊണ്ട് അവിടെ നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇലിയോസ്റ്റമി ഉള്ള പേഷ്യൻ്റ് എന്ത് ചെയ്യാം? കാരണം അവിടെ ഇലിയോസ്റ്റമി നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഒരു ഹോൾ ഉണ്ടാക്കി നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് ഫീക്കൽ മാറ്റേഴ്സ് എന്ത് ചെയ്തു പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇലിയത്തിൽ നമ്മൾ ഹോൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ ഫ്ലൂയിഡ് അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. ഫ്ലൂയിഡ് എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നത്? നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് അല്ലേ. അപ്പോൾ ഇലിയോസ്റ്റമി നടക്കുന്ന പേഷ്യൻസിന് ഫ്ലൂയിഡ് അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ കറക്റ്റ് ഓപ്ഷൻ 1, ക്ലയൻറ്റ് വിത്ത് ഇലിയോസ്റ്റമി. ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ഒക്കേഴ്സ് വെൻ ദ ഫ്ലൂയിഡ് ഇൻടേക്ക് ഈസ് ഇൻസഫിഷ്യൻറ്റ്. ഒന്നുകിൽ ആവശ്യത്തിന് ഫ്ലൂയിഡ് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഫ്ലൂയിഡ് നമുക്ക് അവിടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാതിരിക്കുക. ഈ പ്രധാനപ്പെട്ട ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് അല്ലെങ്കിൽ FVDയുടെ കാരണങ്ങളെന്ന് പറയുന്നത് വോമിറ്റിംഗ്, ഡയേറിയ, conditions that cause increased respiration, increased urinary output, insufficient intravenous fluid replacement, drainage fistulas, presence of an ileostomy or colostomy ഉള്ള പേഷ്യൻസിന് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ഉണ്ടാകുന്നു. എന്നാൽ ഹാർട്ട് ഫെയിലുവറോ ലോങ് ടേം കോർട്ടിക്കോസ്റ്റിറോയിഡ് തെറാപ്പിയോ വൂണ്ട് ഇറിഗേഷൻസോ ഉള്ള പേഷ്യൻസിന്റെ ഫ്ലൂയിഡ് വോളിയം എക്സസ് ആണ് ഉണ്ടാകാറുള്ളത്, ഡെഫിസിറ്റ് അല്ല. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ നേഴ്സ് കെയറിംഗ് ഫോർ എ ക്ലയൻറ്റ് വിത്ത് ഹാർട്ട് ഫെയിലുവർ who has been receiving intravenous diuretics. ഓക്കെ, ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് എഡിമയുണ്ട്, അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഡയൂററ്റിക്സ് കൊടുക്കുന്നുണ്ട്. പേഷ്യൻ്റ് അവിടെ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്യുന്നു. നഴ്സിന് തോന്നി യെസ് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു എങ്കിൽ അതിൽ ഈ പറയുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും ആ നഴ്സ് നോട്ട് ചെയ്തത്? വെയ്റ്റ് ലോസ് ആൻഡ് പുവർ സ്കിൻ ടർഗർ ആണോ, നെക്സ്റ്റ് ലങ് കഞ്ചഷൻ ആൻഡ് ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ആണോ, ഡിക്രീസ്ഡ് ഹെമറ്റോക്രിറ്റ് ആൻഡ് ഇൻക്രീസ്ഡ് യൂറിനറി ഔട്ട്പുട്ട് ആണോ, ഇൻക്രീസ്ഡ് റെസ്പിറേഷൻസ് ആൻഡ് ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ ആണോ?
യെസ്, കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ 1, weight loss and poor skin turgor because it is the signs and symptoms of fluid volume deficit. സ്കിന്നിന് നമുക്ക് ഫ്ലൂയിഡ് അവിടെ അധികമായിട്ട് ഫ്ലൂയിഡ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയും. അതുപോലെ സ്കിൻ ഡ്രൈ ആയിട്ട് മാറും, ചുരുങ്ങിയിരിക്കുന്നതായിട്ട് തോന്നും, അല്ലെ വയസ്സായ ആൾക്കാരുടെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള സ്കിൻ പോലെ തോന്നും, പുവർ സ്കിൻ ടച്ചർ ആകുമ്പോൾ. എന്നാൽ നമ്മുടെ ലങ് കൺജഷനും ഹാർട്ട് റേറ്റ് കൂടുന്നതും അവിടെ ഫ്ലൂയിഡ് വോളിയം കൂടുമ്പോഴാണ്. അതുപോലെ അവിടെ ഹെമറ്റോക്രിറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ തിക്നെസ് കുറയുന്നു. ബ്ലഡിൻ്റെ തിക്നെസ് എപ്പോഴാണ് കുറയുന്നത്? അവിടെ ഫ്ലൂയിഡ് വോളിയം കൂടുമ്പോഴാണ്. യൂറിനറി ഔട്ട്പുട്ട് കൂടുന്നത് നമുക്ക് ഫ്ലൂയിഡ് വോളിയം കുറയുമ്പോഴല്ല, കൂടുമ്പോഴാണ്. ഫ്ലൂയിഡ് വോളിയം ശരീരത്തിൽ കൂടിയാൽ യൂറിനറി ഔട്ട്പുട്ട് കൂടും. അതുപോലെ ബ്ലഡ് പ്രഷർ കൂടുന്നതും ഫ്ലൂയിഡ് വോളിയം കൂടുമ്പോഴാണ്. കുറയുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടാറില്ല. റെസ്പിറേഷൻ കൂടുന്നതും എപ്പോഴാണ്? അത് എന്താണ്? നമ്മുടെ ലങ്സിൽ ഫ്ലൂയിഡ് അവിടെ കൂടുതലാകുമ്പോൾ എന്ത് ചെയ്യുന്നു? പേഷ്യൻറ്റിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ അവിടെ റെസ്പിറേഷൻ റേറ്റ് അവിടെ ഫാസ്റ്റ് ആക്കാൻ ശ്രമിക്കും. സോ കറക്റ്റ് ഓപ്ഷൻ ഇവിടെ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റിൻ്റെ ടൈം ആ ഒരു സൈൻസ് ആൻഡ് സിംപ്റ്റംസ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസും പുവർ സ്കിൻ ടർഗറുമാണ്. സോ ഇവിടെ നോക്കുക, ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് occurs when the fluid intake is insufficient to meet the fluid needs of the body. സോ അസസ്മെൻറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഇൻക്രീസ്ഡ് റെസ്പിറേഷൻ, ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റിൽ ഇൻക്രീസ്ഡ് റെസ്പിറേഷനും ഹാർട്ട് റേറ്റും വരും, ഡിക്രീസ്ഡ് സെൻട്രൽ വീനസ് പ്രഷറും ഉണ്ടാകും, വെയിറ്റ് ലോസ് ഉണ്ടാകും, പുവർ സ്കിൻ ടർജർ ഉണ്ടാകും, ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ടാകും, ഡിക്രീസ്ഡ് യൂറിൻ വോളിയം, ഇൻക്രീസ്ഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ, ഇൻക്രീസ്ഡ് ഹെമറ്റോക്രിറ്റ്, ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, പിന്നെ ലങ് കൺജഷൻ, ഇൻക്രീസ്ഡ് യൂറിനറി ഔട്ട്പുട്ടും ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷറും ബ്ലഡ് ഫ്ലൂയിഡ് വോളിയം എക്സസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ ഇൻക്രീസ്ഡ് റെസ്പിറേഷൻ ഇവിടെ നമ്മൾ എടുക്കാത്തതിൻ്റെ കാരണം ഇവിടെ ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അത് നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻക്രീസ്ഡ് റെസ്പിറേഷൻ അവിടെ എടുക്കാത്തത്. ഓക്കെ, അതുപോലെ ലങ് കൺജഷൻ, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് എടുക്കാം, പക്ഷേ ലങ് കൺജഷൻ തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അതുകൊണ്ട് നമ്മൾ അത് എടുത്തില്ല. സോ കറക്റ്റ് ഓപ്ഷൻ രണ്ടും കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ 1 മാത്രമാണ്, വെയിറ്റ് ലോസ് ആൻഡ് പുവർ സ്കിൻ ടർഗർ. സോ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഫ്ലൂയിഡിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെയും രണ്ടിൻ്റെയും കംപ്ലീറ്റ് ഇംബാലൻസ് ആണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എന്തൊക്കെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്, അതിനെന്തൊക്കെ ECG വേരിയേഷൻസ്, ഇതെല്ലാം കംപ്ലീറ്റ്ലി പഠിക്കുക. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും തുടർന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവും. ഒന്നും സ്കിപ്പ് ചെയ്യാതെ, ഒന്നും നഷ്ടപ്പെടാതെ നിങ്ങൾ കാണുക. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രണ്ട് സെൻറ്റൻസിൽ അവിടെ എഴുതാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങൾക്കറിയാം ആരൊക്കെയാണ് നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് റെഫർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.